ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 2011 മോഡലൊരു ആൾട്ടോ ഉണ്ട്. ആ ആൾട്ടോയുടെ പ്രത്യേകതകളും ആ ഓൾട്ടോയിൽ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുള്ളതും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു അജിത് വ്ലോഗ്സ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ ആ മോഡിഫൈഡ് ഓൾട്ടോയിൽ 2011 മോഡൽ ഇത് അങ്ങോട്ടേക്ക് നോക്കിയേ. അടിപൊളി ഒരു സാധനമാണ്. ആ നിൽക്കുന്നതാണ് അജയ്, ഈ കാറിന്റെ മുതലാളി. ഇവിടെ അവിടെ നല്ല കിടിലം വെയിലായിരുന്നു കേസ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഈ പാലത്തിന്റെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു പാലത്തിന്റെ താഴത്ത് നല്ലൊരു സ്പേസ് ഉണ്ട്, നല്ല ഫ്രെയിമാണ് ഇവിടെ നോക്കിയപ്പോൾ. അപ്പോൾ അജയ് പറയും, ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ മോഡിഫൈ ചെയ്തിരിക്കുന്നതും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്? ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തേക്കണ ഒരു പിങ്ക് കളറാണ്. ഇത് ഞാൻ കണ്ടാൽ ഇന്ത്യൻ ഒരു ബ്രിയോ ഉണ്ട്. ബ്രിയോ ഈ സെയിം കളർ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ കളറിന് ഇറക്കിയത്. പിന്നെ ആർക്കും ഇല്ല എന്നൊരു കരുതിയാണ് ഞാൻ ആ കളർ ഇറക്കിയത്. ഒരു മാർച്ച് ആയപ്പോ ഇറക്കിയാണ് ഞാൻ. പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റും ചെയ്തിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞാണ് അടുത്തൊരു കൊല്ലത്തൊരു പെൺകുച്ചി ഇറക്കിയത്. അത് ഇതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഇനി വർക്ക് ചെയ്യാനുണ്ട്. ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നിൽക്കുന്നത്. അജയ് ഇപ്പൊ എന്താ ചെയ്യണേ? ഞാൻ ഇപ്പൊ JCB ഓപ്പറേറ്റർ ആയിട്ട്. അപ്പൊ അത് ഈ പാഷൻ അതിന്റെ കൂടെ മോഡിഫിക്കേഷൻ അത് ഇത്. അപ്പൊ അജയ് എന്തൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ നമ്മള് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മെഷ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഗ്രില്ലിനകത്ത്. അതുപോലെ തന്നെ നമ്മള് HJGയുടെ ഒരു മിനി ഡ്രൈവ്, ചെറിയൊരു ഫ്യൂൽ കളറാണ് വന്നത്. ഇത് നമുക്ക് യെല്ലോയും വൈറ്റും വരുന്നുണ്ട്. അതായത് ഈ ഫോഗിലൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ഔൾട്ടന്റെ ഹെഡ്ലൈന് വെളിച്ചം കുറവാണ്. ഹെഡ്ലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സൈഡ് സ്പെക്ക് ഒക്കെ നമുക്ക് ഒരു 13 ഇഞ്ച് അലോയ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മള്. പിന്നെ സൈഡിൽ നമ്മളൊരു SRT എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ സെയിം തീമാണ് ഈ സൈഡ് വന്നേ. ഈ സൈഡ് ഗ്രാഫിക്സ് നമ്മൾ ആ ഒരു പാന്തറിന്റെ ഹെഡ് പോലെ ചെയ്തേക്കണേ. ഞാൻ ആ ഒരു വണ്ടിയുടെ ഇത് കണ്ടിട്ടാണ് ചെയ്തത്. മറ്റേ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ആ പുറത്തൊക്കെ SRT എന്ന് പറഞ്ഞ വണ്ടിയുടെ ആ ഒരു സൈഡ് ഈ ഗ്രാഫിക്സ് ഇങ്ങനെ വന്നെ. പിന്നെ നമ്മള് ബാക്കിൽ പോർഷനോട്ട് വരികയാണെങ്കിൽ ഒരു വാഗണറിന്റെ സ്പോയിലറാണ് നമ്മളൊരു പൊളിക്കുന്ന സ്ഥലത്ത് വാഗണർ ഉറപ്പുണ്ടായി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വെറുതെ ജസ്റ്റ് ഊരി നോക്കിയിട്ട് വച്ചു നോക്കിയപ്പോ സ്യൂട്ടാണ്. പിന്നെ ചെറിയ ചെറിയ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള അതിനകത്ത്. അടിപൊളി. ബാക്കിലൊരു പിങ്ക് പാന്തർ ഒരു ലെറ്ററിംഗ് വന്നിട്ടുണ്ട്. ചെറിയ ഷോയ്ക്ക് ഒരു ടിപ്പും കൊടുത്തിട്ടുണ്ട്. അടിപൊളി. പിന്നെ ഗൈസ്, ഇതിനകത്ത് ഞാൻ ഇവരിപ്പോ കാണിച്ചപ്പോഴാണ് ഞാൻ മൈക്കുണ്ട് ഗൈസ്. ഇതിനകത്ത് മൈക്കല്ല, ഒരു എന്താണ് എന്നെ പറയുന്നത്? മൈക്കു ഒന്ന് കാണിച്ചു തരാം ഗൈസ്. കാണിച്ചേടാ. ഈ സാധനം വെച്ച് അടിപൊളി അടിപൊളി. ഈ ഒരു സാധനം നമ്മളെ ആരെങ്കിലൊക്കെ വണ്ടിയുടെ വട്ടം ചാടാൻ നേരത്ത് നമുക്ക് രണ്ട് തെറി പറയാനൊക്കെ നല്ലതാ. ഗ്ലാസ് കയറ്റിയിട്ടിട്ട് നമ്മൾ തെറി പറയാനൊക്കെ നല്ലതാ. ഇനി എന്താ അടുത്ത കാണിക്കാൻ പോകുന്നത്? ഈ വണ്ടി നമ്മളൊരു എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ കസ്റ്റം ചെയ്താണ് വീട്ടിട്ട്. അടിപൊളി. നമ്മുടെ വണ്ടിയുടെ ത്രോട്ടിൽ ബോഡി വെച്ചാണ് ചെയ്തത്. ഒരു മിനിറ്റ്, ഞാൻ ബാക്കിലോട്ട് പോകാം, എന്നിട്ട് ആ സൗണ്ട് കേൾക്കാം. ഇപ്പത്തെ സൗണ്ട് ഞാൻ കഴിപ്പിച്ചു തരാം ഗൈസ്. ഇപ്പത്തെ സൗണ്ട് ഇതാണ് ഗൈസ്. അടിപൊളി അടിപൊളി അടിപൊളി. അടുത്ത എന്താ ഇതിനെ ചെയ്തിട്ടുള്ളത്? അടുത്ത് നമ്മളൊരു 10 ഇഞ്ചിന്റെ സബ് ഊഫർ, കോൺവെക്സിന്റെ സബ് ഊഫർ ചെയ്തേക്കണം. കാറിന്റെ ഡിക്കിയാണ് നോക്കുന്നത് ഗൈസ്. ഒരു രക്ഷയില്ല. സൗണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ടല്ല, ഈ ഒരു ചെറിയ കാറിന് ഇത്രയും വലിയ സൗണ്ട് ഒക്കെ എന്തിനാണ്? ഞാൻ ശരിയാ, ഒരു പാഷന്റെ പുറത്താണ് ഗൈസ് ഇതെല്ലാം. അജയ്, ഇതിന് ഏകദേശം ഇപ്പൊ ഇത്രയും മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മോഡിഫൈ എന്ന് പറയാൻ പറ്റില്ല, ഇതിന്റെ മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലും ഇതിന്റെ AC അതൊക്കെ ആണെങ്കിലും നീ ഏകദേശം എത്ര രൂപ മുറയിൽ ഉണ്ടാവും? ഇപ്പൊ പെയിന്റിങ്ങിന് അറൗണ്ട് ഒരു 40 ആയിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ സൈഡിൽ കുറച്ച് വർക്കിംഗ് ഉണ്ട്. 2011 മുകളിൽ വണ്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഡാമേജ് ഉണ്ടോ. അതുപോലെ 4 ഷോക്ക്, ആക്സിൽ, ലോവർ ആം, പിന്നെ സ്റ്റിയറിംഗ് ബോക്സ്, അങ്ങനെ എല്ലാം പക്കയായിട്ട് പണിതേക്കാനാണ്. വീട്ടുകാർ കൊടുക്കാന്നും പറഞ്ഞ് വെച്ചിരുന്ന വണ്ടിയാണ്. പിന്നെ 6 വർഷം മുമ്പ് എടുത്ത വണ്ടി, നമ്മൾ ഓടിച്ച് കൈ തെളിഞ്ഞ ഈ വണ്ടി തന്നെ. പിന്നെ കൊടുക്കാനും കഴിയല. അപ്പൊ ഞാൻ അടുത്ത് എന്തായാലും ലോൺ എടുത്താണെങ്കിലും പണിതാന്ന് ഓർത്ത് പണിത് ചെയ്യും. അത്രേ ഉള്ളൂ. ഇനിയും കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. അതിപ്പോ ഇനി ഞാൻ ഫസ്റ്റ് ഒരു ബാങ്കർ കിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബാങ്കർ കിറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആഡ് ചെയ്യണം. എന്നാലേ ബാങ്കർ കിറ്റ് വർക്ക് ചെയ്യുമ്പോ ഒരു അതിന് ക്വാളിറ്റി കാണുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഹെഡ്ലൈറ്റ് ഒന്ന് വെച്ച് ചെയ്യാം. ഇന്റീരിയർ ബക്കറ്റ് സീറ്റ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിപ്പോ ഈ അടുത്ത മാസത്തിനുള്ളിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കർ വർക്ക്, റൂഫ് ബ്ലാക്ക് ആക്കണം. പിന്നെ ഫ്രണ്ട് ബോണറ്റ് ആർസിയിൽ ഓൾറെഡി ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിങ്കും ബ്ലാക്ക് കൊടുത്തേക്കണം ആർസിയിൽ. അത് വിഷയം വരത്തില്ല. പിങ്കും ബ്ലാക്ക് നമ്മൾ ആർസി കൊടുത്തിട്ടാണ്. പിന്നെ ഹെഡ്ലൈറ്റ് ഒന്ന് കസ്റ്റം ചെയ്യണം. പിന്നെ ഫുൾ ടൈൽ ലൈറ്റ് ഒന്ന് കസ്റ്റം ചെയ്യണം. പിന്നെ ടിൻഡ് ഫുൾ ചെയ്യണം. പിന്നെ എല്ലാം സെറ്റാണ്. പിന്നെ നോക്കണ്ട. അത് പൈസ മുടക്കി കഴിഞ്ഞാൽ മുടക്കിക്കൊണ്ടേ ഇരിക്കും. എത്ര മോഡിഫിക്കേഷൻ നമുക്ക് മതിയാവത്തില്ല. പൈസ മുടക്കിക്കൊണ്ടേയിരിക്കും. പൈസ മുടക്കുന്നതിന് ഒരു എന്താണ് അതിന് പറയാ, വിട്ടുവീഴ്ചയില്ല. നമ്മളിതിന്റെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം ചെയ്യാനുണ്ട്. കുറച്ച് വർക്കുകളൊക്കെ ഞാൻ ചെയ്യാനുണ്ട്. ആ വർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് മൈക്ക്, അതിന്റെ ഈ ആക്സിലേറ്ററിന്റെ ഒക്കെ സംഭവങ്ങളുടെ അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ വലുതായിട്ട് സംഭവങ്ങളൊന്നും അകത്ത് ചെയ്തിട്ടില്ല. ചെയ്യാൻ ഉണ്ട് ചെയ്യാം. ഞാൻ കുറച്ച് അന്വേഷിച്ചൊക്കെ എടുക്കാൻ പോകും. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൻ ഒന്നും പറഞ്ഞു കേട്ടോ. ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. പിന്നെ നമ്മുടെ അജയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നേരെ അജയനെ കോൺടാക്ട് ചെയ്യണം. വണ്ടി തരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് റിപ്ലൈ കൊടുത്താൽ മതി മെസ്സേജിന്. അപ്പോൾ എല്ലാവർക്കും പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.